I wanted to move forward with the word of God that God has given me. Book of Mark, Gospel of Mark, chapter 14, 14 verses 36. We read, Abba Father, he said, everything is possible for you. Take this cup from me, yet not what I will, but what you will. Today I just wanted to talk about Abba Father. നിലത്ത് വീണ് കിടക്കുന്ന കർത്താവ്, രക്തം വിയർക്കുന്ന കർത്താവ്, പ്രാണന വേദനയോടെ കരയുന്ന കരച്ചിലാണ് അബ്ബാ പിതാവേ. The Lord Jesus, when he was fallen down, when he was laying down, when he was shedding his blood, that is when he cried out, Abba Father. ഈ വിഷയം രാജീവ് ബൈബിൾ സ്റ്റഡിക്ക് എടുക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. This is one of a topic that Brother Rajiv has brought up in our Bible study. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചുകൊണ്ട് അത് ഒന്നുകൂടി എടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And since the Holy Spirit has guided me, that is why I am bringing this topic again here. ബൈബിൾ സ്റ്റഡിക്ക് കടന്നു വരണം എല്ലാവരും. Everybody should come to the Bible study. ഇത് നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. It is for us. സൺഡേ മെസ്സേജ് എല്ലാവർക്കും സന്തോഷമാണ്. Sunday message is a blessing for everybody. സൺഡേ ആളുകൾ വളരെ ഉണ്ട്. Sunday we see many people coming in. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. There is a music system. വചനം ഹാർഡ് കോർ വചനം പറയാറില്ല. We don't give a hardcore message. കാരണം എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മെസ്സേജും ആശ്വാസത്തിന്റെ ദൂതുവാ ഞായറാഴ്ച തരുന്നത്. Because Sunday we give a message which is for everybody. എന്നാൽ ഡിസൈപ്പിൾഷിപ്പ് നടക്കണമെങ്കിൽ അത് ഫ്രൈഡേസിലും വെൻസ്ഡേസിലും നടക്കത്തുള്ളൂ. But to show about discipleship, it can only happen on Fridays or the Wednesdays when there is Bible study. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ടോപ്പിക് എടുത്ത് നമുക്ക് ബൈബിൾ സ്റ്റഡി നടത്താനായിട്ട് പറ്റും. We can do a Bible study to please everybody. എന്നാൽ അങ്ങനെ ചെയ്താൽ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. But if we do like that, there will not be any spiritual growth. എന്നാൽ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുകയും അതിനെ വിചിന്തനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. We only receive spiritual growth when we meditate on the word of God. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയം വിടുകയാണ്. അതുകൊണ്ട് ബുധനാഴ്ച എല്ലാവരും ബൈബിൾ സ്റ്റഡിക്ക് വന്നു. I'm leaving that topic of Bible study there, saying everybody please come to the Bible study. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നീക്കണമെന്നൊരു പ്രാർത്ഥനയുണ്ട് അവിടെ. When Jesus is saying, crying out, he is saying, Lord, take away this cup from me. നിനക്ക് സകലവും കഴിയുമല്ലോ. You can do everything, anything. അവിടെ കർത്താവ് ഒരു റെഫറൻസ് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നത് അബ്രഹാമിന്റെയും ഐസക്കിന്റെയും വിഷയമാണ്. What I think from where the Lord Jesus is bringing that reference is from the story of Abraham, from the life of Abraham. അബ്രഹാമിന്റെ ആറ്റിറ്റ്യൂഡും ഡെഡിക്കേഷനും വീണ്ടും കണ്ടപ്പോഴേ ദൈവത്തിന് മനസ്സിലായി അബ്രഹാം കുഞ്ഞിനെ അറക്കാൻ പോവുക. When God saw the attitude of Abraham, he realized that he is going to sacrifice Isaac. അതുകൊണ്ട് ആ പ്രവൃത്തിയിലേക്ക് കടക്കുവാൻ സമ്മതിക്കാതെ മതി, ഉറപ്പായി നീ അറക്കും, നീ കുഞ്ഞിനെ ദഹനയാഗമാക്കുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അബ്രഹാമിനെ പിന്തിരിപ്പിക്കുന്നു. But at the very moment when God realized that Abraham is going to sacrifice his son, when God realized it, he said, stop, Abraham, stop, you do not need to move forward. സ്വയം യാഗമായി അർപ്പിക്കുവാൻ വരുന്ന കർത്താവ് ഡെഡിക്കേഷനോട് കൂടിയാണ് വരുന്നത്. When Jesus Christ came forward to sacrifice himself, he came with the full dedication. ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് അയ്യോ എനിക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന കർത്താവ് അല്ല. He's not a God he's not the Lord who came forward and moved away the last moment. എന്നാൽ പ്രാർത്ഥനയുടെ സാരാംശം ഇതാണ്, പിതാവേ നീ കാണുന്നല്ലോ, I am ready, ഞാൻ തയ്യാറാണ്, ഞാൻ ഇതിലേക്ക് തന്നെ പോവുകയാണ്, എന്നാൽ നിനക്ക് സകലവും കഴിയുമല്ലോ. അബ്രഹാമിന്റെ ഡെഡിക്കേഷൻ കണ്ട് അവനോട് ചെയ്യണ്ടെന്ന് നീ പറഞ്ഞതുപോലെ ഹല്ലേലൂയ. എന്നാൽ പിതാവ് പ്രാർത്ഥന കേൾക്കുന്നില്ല. The Lord Jesus, when he cried out, we see his dedication. When he cried out, Abba Father, you can do everything. He did not say, Lord God, as you stopped Abraham, please stop this as well. The Lord Jesus did not say that. ഈ പ്രാർത്ഥന കേൾക്കുന്ന 3 പേരുണ്ട്. Our prayer are being heard by 3 people. അല്ല, ഈ പ്രാർത്ഥന കർത്താവിന്റെ ഈ പ്രാർത്ഥന കേൾക്കാൻ സാധ്യതയുള്ള 3 പേരുണ്ട്. This prayer that Jesus cried out, there is a possibility that 3 people are hearing it. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ.
Peter, James, and John. കർത്താവ് ഇവരെ കൊണ്ടുപോയിട്ട് ഒരു കല്ലേറ് ദൂരത്തിൽ കർത്താവ് പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. We know this prayer is prayed when Jesus is at a distance from those disciples. കല്ലേറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒളിമ്പിക് ഷോട്ട് പുട്ടിന് സ്വർണം കിട്ടിയ ആൾ എറിയുന്ന ഏറല്ല. നമ്മളെപ്പോലെ ഒരാൾ സാധാരണക്കാർ ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ ഉദ്ദേശം ഒരു maybe 15 to 30 meters അതിനപ്പുറത്തില്ല. Jesus is only 15 to 30 meters apart. ആദ്യത്തെ ഭാഗം ഒരു കേൾക്കുന്നുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. We see the initial part is being heard by those disciples. പിന്നെ അവർ ഉറങ്ങി. And after that they slept. കർത്താവ് ശരിക്കും പ്രാർത്ഥിച്ചായിരുന്നു, വീണ്ടും പ്രാർത്ഥിച്ചായിരുന്നു. Jesus did pray again and again. അവർ ആ ഭാഗം കേട്ടിട്ടില്ല. But none of those heard the prayer of Jesus. മൂന്ന് പ്രാവശ്യം കർത്താവ് പ്രാർത്ഥിക്കുന്ന ആരംഭം ഇവർ കേൾക്കും, പിന്നെ അവർ ഉറങ്ങിപ്പോകും. Every time when Jesus starts his prayer, the disciples will hear it, those three will hear it, but then they'll go to sleep. നമ്മൾ അവരെ പരാതി അവരെക്കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. We cannot complain about that. ഈ പി സി നായകന് പ്രസംഗിച്ച സതീഷ് പാസ്റ്റർ പറഞ്ഞു നമ്മൾ കേട്ടായിരുന്നു. We might have heard what Pastor Satish gave his sermon at the PC NAC. നമ്മളും അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവ് മറുപടിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒന്നി ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കും. When we start praying to God, and when God will come down with the answer to that prayer, we'll be starting to sleep. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. But there's another thing to notice. ഇത് കേട്ട പത്രോസിൽ നിന്ന് മറ്റൊരാൾ ഇത് കേട്ടു. The Peter who heard this prayer, there was another person who heard that prayer. അത് മാർക്കോസ്. That was Mark. മാർക്കോസ് സുവിശേഷത്തിൽ അത് എഴുതി. Mark wrote that in his gospel. മാർക്കോസ് സുവിശേഷം എഴുതുന്നതിന് മുമ്പേ മാർക്കോസിൽ നിന്ന് മറ്റൊരാൾ അത് കേട്ടിരുന്നു. Before Mark wrote that in his gospel, somebody else heard that. അത് പൗലോസ്. That was Paul. പൗലോസ് രണ്ട് പ്രാവശ്യം ഇത് എടുത്തു പറയുന്നുണ്ട്. Paul says that twice in his letters. അത് ഒന്ന് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കർത്താവിന്റെ ഈ പ്രാർത്ഥനയുണ്ട്. എന്നാൽ ഈ മാർക്കോസ് എടുത്ത് പറയുന്ന പൗലോസ് എടുത്ത് പറയുന്നത് ഗലാത്യ ലേഖനത്തിലും റോമാ ലേഖനത്തിലും. There is a prayer, a similar prayer in Matthew and Luke, but Paul says it in the chapter Galatians. മൂന്ന് ഭാഗത്തെ അബ്ബാ പിതാവേ എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നു. At the three places we see the word Abba Father. അബ്ബാ ഹോ പറ്റർ, അങ്ങനെ ഇത് എഴുതിയിരിക്കുന്നു. It is written as Abba Ho Pater. അബ്ബാ എന്ന് പറയുന്നത് ആരമൈക്ക്. Abba is an Aramaic word. ഹോ പാറ്റർ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. And Ho Pater is a Greek word. അരാമിക്കും ഗ്രീക്കും കൂടെ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. We see the Aramaic and the Greek are being written together. ദൈവവചനത്തിൽ പലയിടത്ത് അരാമ്യ പദങ്ങൾ എഴുതിയിട്ടുണ്ട്. In the word of God there are many places which is written in Aramaic. ആ കർത്താവ് പറഞ്ഞ അതേ അർത്ഥം, അതിന്റെ ആ ശക്തിയും ഒക്കെയും അല്ലെ ആ ഇമോഷണൽ ഇന്റൻസിറ്റി ഒക്കെയും കാണിക്കുവാൻ വേണ്ടിയാണ് ആരാമ്യ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. It is written in Aramaic to show the exact same intention and the decision of the Jesus Christ. ഏലി ഏലി ലമ്മ ശബക്താനി. We see Eli Eli lama sabachthani. കർത്താവിന്റെ ഒരു നിലവിളിയാണ്. It is also a cry of Jesus. മരിച്ചുപോയ കുഞ്ഞിന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവ് കരം പിടിച്ചിട്ട് പറയുകയാണ് തലീഥാ കൂമി. The child, when the child was died, Jesus goes to that child and says it. ഈ ഊമനും ബധിരനുമായ ഒരു വ്യക്തിയുടെ ചെവി കൈയിട്ടിട്ട് കർത്താവ് പറയണേ എഫദ. There was a man who was not able to speak. Jesus went to him and says Ephphatha. അതുപോലെ മറ്റൊരു പദമാണ് റാക്ക. സഹോദരനെ അൽപ്പ എന്ന് വിളിക്കരുത്. There's another place we see it is written Raka, that you should not call to your brothers. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുമ്പോൾ മറിയ വിളിക്കുന്ന പദമാണ് റബ്ബൂനി. When Mary sees the resurrected Christ, she says Rabboni. ഈ റബ്ബായി റബ്ബായി എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഗുരു ഗുരു. Everybody was used to say Rabbi Rabbi, which means guru. എൻ്റെ ഗുരു റബ്ബൂനി, എൻ്റെ ഗുരു. Rabboni means my guru. ഇവിടെ എല്ലാം ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാം ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. It is different in every places. There is a different translations for it. ഈ അരാമൈക്കിൽ എഴുതിയിട്ട് ഇതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ തുറന്നു വരിക, എന്ന് വെച്ചാൽ ബാല എഴുന്നേൽക്കുക, എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട, ഇങ്ങനെ എല്ലായിടത്തും ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. There is different places which is written in Aramaic and Greek, and the translation is given with it. എന്നാൽ ഇവിടെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടില്ല. But this place does not have a translation. ആരാമ്യ പദവും ഈ ഗ്രീക്ക് പദവും ഒന്നിച്ച് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നു. It is only written in Aramaic word and a Greek word. There is no translation to it. ഇതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ the father. The literal meaning means the father. പിതാവ്.
Father, Father. See, എന്നാൽ ഈ കൊയിനെ ഗ്രീക്കും ക്ലാസിക്കൽ ഗ്രീക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference in Koine Greek and Classic Greek. ക്ലാസിക്കൽ ഗ്രീക്കിലെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ വരും. There is a literal translation when we translate in Classic Greek, എന്നാൽ കൊയിനെ ഗ്രീക്കിൽ അങ്ങനെയല്ല. but it is not the case in Koine Greek. കൊയിനെ ഗ്രീക്കിൽ ദ ഫാദർ എന്നല്ല എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ എൻ്റെ ട്രാൻസ്ലേറ്റർ മിസ്റ്റർ റോഷൻ അല്ലെങ്കിൽ ശ്രീ റോഷൻ അവർകൾ എന്ന് മലയാളത്തിൽ പറയാം. In Malayalam, to give you an example, in Malayalam, let me see, if we say Mr. Roshan or Sri Roshan, അതൊരു ഫോർമൽ അഡ്രസ്സാണ്. that is a formal address. എന്നാൽ ഒരു ഡയറക്റ്റ് അഡ്രസ് ഉണ്ട്, വൊക്കേറ്റീവ് ഡയറക്റ്റ് അഡ്രസ് ഉണ്ട്. ഡയറക്റ്റ് റോഷനെ എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ്. But there is also a direct address where he can say, "Hey Roshan, translate for me." കണ്ടോ, അതതിന്റെ വ്യത്യാസം. That is what the difference is. രണ്ടാമത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊയിനെ ഗ്രീക്കിൽ വരുമ്പോൾ അത് പൊസസീവ് പ്രൊനൗൺ ആയിട്ടാണ് വരുന്നത്. When we translate the Koine Greek, there is a possessiveness. റോഷൻ എൻ്റെ ട്രാൻസ്ലേറ്റർ ആണ്, റോഷൻ ട്രാൻസ്ലേറ്റർ ആണ്. Roshan is a translator. എന്നാൽ റോഷൻ എൻ്റെ ട്രാൻസ്ലേറ്റർ ആണ്. But Roshan is my translator. ആ മൈ വരികയാണ്, മൈ എൻ്റെ. There is a difference of my when it comes in. അപ്പോൾ ഹോ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ദ ഫാദർ എന്നല്ല ശരിക്കും അർത്ഥം, ഡിയർ ഫാദർ, മൈ ഫാദർ എന്നാണ്. When it says ho pattern, it does not mean the father, but it means my father. അബ്ബ എന്ന് പറയുന്ന വാക്കും അങ്ങനെ തന്നെയാണ്. It is the same way for Abba. ലിറ്ററൽ ട്രാൻസ്ലേഷൻ ദ ഫാദർ എന്നാണ്. The literal translation will be the father. എന്നാൽ അബ്ബ എന്ന വാക്ക് ഒരു ഫോർമലായിട്ടല്ല അവരന്ന് യൂസ് ചെയ്തിരുന്നത്. അത് വളരെ ഹൃദയംഗമമായിട്ടുള്ള, ഇന്റിമേറ്റ് ആയിട്ടുള്ള, പ്രിയങ്കരമായിട്ടുള്ള, വളരെ ഭയഭക്തിയോടെ യൂസ് ചെയ്യുന്ന പദമാണ്. But when they used the Abba, it was not a formal way, but an intimate way of calling Abba. അതുകൊണ്ട് ഇന്നത്തെ ചില സ്കോളേഴ്സ് പറയാറുണ്ട്, നമുക്ക് ഡാഡി എന്ന് വിളിക്കാം, ദൈവത്തെ ഡാഡി എന്ന്. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലം മുതൽ കേട്ടിട്ടുണ്ട്. ഓ ഡാഡി, ഫാദർ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കേട്ടിട്ടുണ്ട്. That is why some scholars today say that we can also say God as daddy, and I heard many people praying it as daddy, and there is no issues. എന്നാൽ ഡാഡി നല്ല പിതാവെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. But it does not mean daddy, it means the father. ഈ ഗ്രീക്കിൽ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്ന പാറ്റർ എന്ന പദം തന്നെ യൂസ് ചെയ്യുന്നു. When we see in Greek, when Jesus is teaching them the prayer, it says our Father in heaven. എന്നാ പാറ്റർ എന്നുള്ള വാക്ക് യൂസ് അടുത്ത പദത്തിൽ ഗ്രീക്കിൽ കർത്താവ് പറയുകയാണ്, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ. And he uses the word pattern, but after that he is, let your will be done. അങ്ങനെ അരാമേക്കിൽ എഴുതേണ്ട കാര്യമില്ല. And there was no need to write it that in Aramaic. അരാമേക്കിൽ പറയുമ്പോൾ തന്നെ ഭയഭക്തി. When they say it in Aramaic, it is said in a reverence. അതുകൊണ്ട് അതിന്റെ ശരിക്കുള്ള വ്യാഖ്യാനം എൻ്റെ പിതാവേ, പ്രിയ പിതാവേ, പ്രിയ പിതാവേ, എൻ്റെ പിതാവേ. So that is why the literal translation is my father, my dear father. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആദരിക്കുന്ന എൻ്റെ പിതാവേ. The father I love, I respect. ഇതൊരു ന്യൂ ടെസ്റ്റമെന്റ് കൺസെപ്റ്റാണ്. It is a New Testament concept. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഈ കൺസെപ്റ്റ് ഇല്ലായിരുന്നു. There was no such concept in the Old Testament. ഈ യോഹന്നാന്റെ സുവിശേഷം എടുക്കണ്ട, 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കർത്താവ് എൻ്റെ പിതാവെന്ന് പറയുമ്പോൾ കർത്താവിനെ കല്ലെറിയാൻ യഹൂദന്മാര് തുടങ്ങി. When we see in John chapter 5 verses 18, we see when they said my father, the people started to throw rocks at him, stones at him. ദൈവത്തെ പിതാവായിട്ട് അല്ല അവർ കാണുന്നത്. They were not seeing him as a father. ദൈവം എല്ലാത്തിനും പിതാവാണ്, പക്ഷേ എൻ്റെ പിതാവെന്ന് ദൈവത്തെ വിളിക്കുന്ന സ്വഭാവം അവർക്കില്ലായിരുന്നു. God is a father of everyone, but they did not have a habit of saying my father. ഹീബ്രുവിലെ വാക്ക് ആബ് അഥവാ ആവ് എന്നാണ്. In Hebrew, the word for the father is Ab. ഈ പല പേരുകളും അത് ചേർത്തുണ്ട്. And there are many words which gets added to it. അബ്സാലോം, Absalom, അബ്നേർ, അബിഗേൽ, എബ്രഹാം, ഇങ്ങനെയുള്ള പല പേരുകളുണ്ട്. There are many words which starts with the word Ab. ഷാലോം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഷാലോം എന്ത്? We know the meaning of the word shalom. Okay. ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം. Shalom means peace. ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ പിതാവ്. When we add the word Ab to it, it becomes the father of peace. നേർ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ പിതാവ്. Ner means light, but when we add Ab, it becomes the father of light. ആബ് എന്ന് പറഞ്ഞാൽ പിതാവ്, അബി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ്, ഗയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സന്തോഷം. എന്റെ പിതാവിന്റെ സന്തോഷം അഥവാ എന്റെ പിതാവ് സന്തോഷിക്കുന്നു. When we add the word ab to Gail, it becomes Abigail. It means the happiness of my father. നമുക്ക് രണ്ട് അബിഗേലുമാർ ഇവിടെ ഉണ്ട്. അവരെ രണ്ടുപേരും കുഞ്ഞ് അബിഗേലിനെ അപ്പൻ ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ അപ്പന്റെ ഹൃദയം തുടിച്ചപ്പോൾ വീണ പേരാണ് അബിഗേൽ. We have two people who are named Abigail, and when they were little, when their father picked them up and they got happy and they named them Abigail. അബ്രഹാം അഥവാ എബ്രാം. എബ്രാം എന്ന വാക്ക്, The word Abraham, അബ്രഹാമിന്റെ ആദ്യത്തെ പേരാ എബ്രാം. the Abraham was the initial name of Abraham. റാം എന്ന് പറഞ്ഞാൽ ഉന്നതമായത്, എക്സോൾട്ടഡ്. Ram means exalted one, ഉന്നതനായ പിതാവ്. the father who is exalted. എബ്രഹാം എന്ന് പറഞ്ഞാൽ അനേകർക്ക് പിതാവ്. Abraham means the father of many. ഇതൊക്കെയാണേലും ദൈവത്തെ ഒരു പിതാവ് എന്ന് വിളിക്കത്തില്ല. Even though there are these many words, but they don't call out as my father. ദൈവത്തെ മനുഷ്യരെ പിതാവ് എന്ന് വിളിക്കുമായിരുന്നു. ദൈവത്തെ അല്ല, മനുഷ്യരെ പിതാവ് എന്ന് വിളിക്കുമായിരുന്നു. The people might call the humans as the father. ഇപ്പോ ഫാദർ എബ്രഹാം എല്ലാവർക്കും അറിയാം. They might say as Father Abraham. എലീശായും എലൈജ എടുക്കാൻ നേരം എലീശ പറയുന്ന ഒരു എലീശയുടെ ഒരു നിലവിളിയുണ്ട്. എന്റെ പിതാവേ ഇസ്രായേലിന്റെ പേരും തേരാളിയുമായുള്ളൂ. When Elisha was lifted up, Elijah started to say him, "Oh my father." എലീശ മരിക്കാൻ നേരം രാജാവ് വന്നിട്ട് വരുന്ന നിലവിളിയുണ്ട്. എന്റെ പിതാവേ ഇസ്രായേലിന്റെ പേരും തേരാളിയുമായുള്ളൂ. The moment when Elijah was dying, there was a king who started to say, "Father, Father." എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തെ നമ്മുടെ പിതാവായിട്ടാണ് കാണുന്നത്. But in the New Testament, we see God as our father. അബ്ബാഹോ പാറ്റർ, അബ്ബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ കർത്താവും പരിശുദ്ധാത്മാവും പിതാവും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. If we need to call Abba or Pater, we need to have the experience of Father, Son, and the Holy Spirit. ഇവിടെ പൗലോസാണ് ഇത് കാര്യമായിട്ട് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. Here we see Paul who is explaining it clearly. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. എനിക്കറിയാം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. I know the concepts are going here and there, but be with me. റോമാലേഖനം 8:15 ഒന്ന് വായിക്കാം. Can we read Romans chapter 8 verses 15? വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ ചോദ്യം ചോദിക്കാൻ പോവാം. ഓക്കെ, ഇംഗ്ലീഷിൽ കൂടെ വായിച്ചാൽ. അതിന്റെ ബാക്കി കൂടെ ഉണ്ട്. മോൾ സോ ഇവിടെ പറയുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു എന്നാ. We see they cry out, "Abba, Father." ചോദ്യം ഇതാണ്, റോമാലേഖനം 8:15 ആരാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്? Here's a question in Romans chapter 8 verses 15. Who is crying out, "Abba, Father"? നമ്മൾ വിളിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. It says we are crying out, "Abba, Father." ഹല്ലേലൂയ. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. When we read verse 14, we says, "For those who are led by the Spirit of God are crying out." അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സാക്ഷ്യം പറയുന്നു. In verse 16, we says the Holy Spirit is testifying that we are God's children. എന്നാൽ വിളിക്കുന്നത് ആരാന്നറിയാമോ? നമ്മളാ വിളിക്കുന്നത്. But who is crying out is we who are crying out. By whom we cry out. Hallelujah. അവനിൽ കൂടി നമ്മൾ വിളിച്ചു പറയുകയാണ്. And through him we cry out. ഇനി ഇതിന് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്യമാണ് ഗലാത്യ ലേഖനം 4:6 കൊടുത്തിരിക്കുന്നത്. There's a little different verses in Galatians chapter 4 verses 16. ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ഇടുന്ന് വായിച്ചു. റീഡ് ഇൻ ഇംഗ്ലീഷ്. 4:6. ഇവിടെ ആരാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്?
Who is crying out, Abba, Father, in this verse? പുത്രത്തിന്റെ ആത്മാവാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. The spirit of his son is calling out, Abba, Father. ഇപ്പൊ ചോദ്യം ഇതാണ്, ആരാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്? So the question is, who is crying out, Abba, Father? പരിശുദ്ധാത്മാവിൽ ഞാനാണ് അബ്ബാ പിതാവേ എന്ന് In വിളിക്കുന്നത്. Holy Spirit, I am crying out, Abba, Father. എന്നാൽ ഗലാത്യലേഖനത്തിൽ പറയാണ്, എന്നിൽ കൂടി പരിശുദ്ധാത്മാവ് പുത്രന്റെ ആത്മാവാണ് അബ്ബാ പിതാവേ എന്ന് In വിളിക്കുന്നത്. Galatians, we read, through me, the Holy Spirit is crying out, Abba, Father. നമ്മളിൽ കൂടി പരിശുദ്ധാത്മാവ് ദീർഘശ്വാസങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന പരിശുദ്ധാത്മാവാണ്. For us, it is the Holy Spirit who is intermediating for us. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിൽ കൂടി അബ്ബാ പിതാവേ എന്നൊരു സാക്ഷ്യം. But the Holy Spirit is doing another thing, that is, He is testifying for us. പരിശുദ്ധാത്മാവും എന്റെ ആത്മാവും ഒന്നിച്ചു ചേർന്ന് വിളിക്കുകയാണ്, ഹല്ലേലൂയ, അബ്ബാ പിതാവേ. The Holy Spirit and my soul, we are together crying, Abba, Father. ചില സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, പിതാവ് റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് വെറുതെ ഇരിക്കുകയാണ്, പുത്രനാണ് ഇപ്പം എല്ലാം കാര്യങ്ങൾ നടത്തുന്നത്. Sometimes we think that the father has retired and the son is taking care of everything. അങ്ങനെയല്ല കേട്ടോ, അവർ ഒന്നാ, ഹല്ലേലൂയ. That is not the case. They both are the പിതാവ് one. പുത്രനെ മാനിക്കുന്നത് പോലെ പുത്രൻ പിതാവിനെ മാനിക്കുകയാണ്. As father honors the son honors the father. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അയച്ച് നമ്മളെ ആ ഒരു പുത്രന്റെ പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് The നൽകിയിരിക്കുകയാണ്. same way as He sent His Holy Spirit to us, and that is where we have the spirit of His sonship. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മളെല്ലാവരും നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. Through Holy Spirit, let us all cry out to the Father, Abba, Father. കർത്താവിനെ മാറ്റി വെച്ചിട്ടല്ല, കർത്താവിന്റെ ആത്മാവാണ് നമ്മളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുന്നത്. God is not being set aside. It is His Spirit that we are crying out to Him. ഈ എബ്രായ ലേഖനം 5:7 കർത്താവിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്, ഉറച്ച നിലവിളി. We see in Hebrews chapter 5 verses 7 a loud cry. ക്രോഗേ എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. There's a word which is used as proge. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ റോമാ ലേഖനത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ക്രാസോ എന്നാണ്. ക്രാസോ. There's in Galatians and Romans it is being said as krazo. രണ്ട് വാക്കും പറയുന്ന ഒരു കാര്യമാണ്, ഉറച്ച ശബ്ദത്തിൽ വിളിക്കുകയോ. These both words only say tells about to cry out loudly. അതായത് അലറി വിളിക്കുകയോ, To cry out loudly. കരഞ്ഞു വിളിക്കുകയോ, He is crying out and calling out to God. പ്രാർത്ഥിച്ചു വിളിക്കുകയോ. He is praying and calling out to God. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അതേ ആത്മാവ് നമ്മളിൽ കൂടി അതിശക്തമായിട്ട് വ്യാപരിക്കുകയോ. As our Lord prayed, we are also praying out in the same spirit, in the same power. എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവിലും ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് എന്റെ ഇമോഷണലും എന്റെ സ്പിരിച്വലും ഇന്റൻസിറ്റിയിലാണ് ഞാൻ വിളിക്കുന്നത്. As the Spirit of the Lord is in my body, my soul and my spirit, we are together crying out in the same intensity. ആർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ, There is a moment when nobody can help us. പുത്രത്വത്തിന്റെ ആത്മാവിൽ നമ്മൾ ഉറച്ചു വിളിക്കുകയോ. We are crying out in the spirit of sonship. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആർദ്രതയിൽ നമ്മൾ മുങ്ങുമ്പോൾ, And we are when we take a deep dive in the love of our God, നമ്മൾ ഉറച്ചു വിളിക്കുകയോ. we are crying out loudly. ഹല്ലേലൂയ. കർത്താവ് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്നേരം മറുപടി കിട്ടി. When Lord cried out and prayed, He did not get an answer at the same moment. പ്രാർത്ഥിച്ചതുപോലെ അബ്രഹാം പിതാവിന്റെ യാഗം സ്വീകരിച്ചതുപോലെ കർത്താവിന്റെ യാഗം സ്വീകരിക്കാൻ പിതാവിന് മനസ്സായില്ല. The Lord did as God accepted the sacrifice of Abraham, God did not accept the sacrifice of Jesus the same way. മരണത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒരു മറുപടി കൊടുത്തില്ല. Even the Lord said, take away this cup from me, He did not get the same answer from God. എന്നാൽ മൂന്നാം ദിവസം അതിമഹത്വത്തോടെ കർത്താവിനെ മരണത്തിൽ നിന്ന് പിതാവ് വിടുവിക്കുവാൻ But we see the third day God was being resurrected the third day. എന്തുകൊണ്ടാ പിതാവ് കേൾക്കാഞ്ഞെന്നറിയാവോ? Why did not God hear Jesus' prayer the same day? ഞാനും നമ്മൾ ഓരോരുത്തരും പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവ് ആ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയാ. അന്നേരം കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കാൻ. When the God is sitting there to hear to our prayers. Praise the Lord. Hallelujah. നമ്മൾക്ക് വേണ്ടി പിതാവ് പുത്രനെ യാഗമാക്കി നൽകുകയാണ്. It was for us that God gave His only Son. ഇത് പുതിയ നിയമത്തിന്റെ കൺസെപ്റ്റാ. That is a concept of the New Testament. ഈ മുടിയൻ പുത്രൻ പിതാവിനെ കാണാൻ വരുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. We all know the story, this parable of the prodigal son coming back to see his father. ലൂക്കോസ് 15 എഴുതിയിരിക്കുന്നത്, മുഴുവൻ വായിക്കണ്ട.
We read it in Luke chapter 15. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പുത്രൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. In verse 15, chapter 15, verses 18, the son goes to his father and says, I have sinned against the heaven and against you. അവിടെ സംബോധന ചെയ്യുന്ന എന്തുവാ? തുടങ്ങുന്ന എങ്ങനെ? കേട്ടോ, അപ്പാ ഞാൻ. It says, Father, I. അവിടെ ചെന്ന് കഴിഞ്ഞു. അങ്ങനെ തന്നെ അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും ഇവൻ പറയുന്നതാ അപ്പാ ഞാൻ. It was the same way when he came to meet his father, father ran towards him and son said, Father, I. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ നീ ആക്കണമേ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചെങ്കിലും അത് പറയാൻ അവനെ അപ്പൻ സമ്മതിക്കുന്നില്ല. He did think about saying to consider me as one of your servant, but the father did not allow him to say that. ഹല്ലേലൂയ. 24-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ എൻ്റെ മകൻ. പിതാവ് പറയുന്ന ഭാഗം, ഈ എൻ്റെ മകൻ. In verse 24, the father says like this son of mine. വേലക്കാരനല്ലായിരുന്നു. He was not a servant of mine. വേലക്കാരനായിരുന്നെങ്കിൽ നഷ്ടപ്പെടുത്തിയതിനെല്ലാം കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുക്കണമായിരുന്നു. If he was the servant, he might have to get back everything that was lost. അടിമയായിരുന്നെങ്കിൽ അവന്റെ കഷ്ടകാലമായി പോയേനമായിരുന്നു. If it was the servant who did the same way, it could be his worst life now. മകനായതുകൊണ്ട് അവന്റെ പാപത്തിന്റെ ബഹുത്വം പിതാവ് മറന്നു കളയുകയാണ്. Since he was the father, he forgave his son. എൻ്റെ ഈ മകൻ. It says, my son. മൂത്തപുത്രൻ വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന ഭാഗമുണ്ട്, നമുക്കറിയാമല്ലോ. There's another part where elder brother comes in to fight against. അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ പിതാവ് പുറത്ത് അവന്റെ അടുക്കൽ ചെന്നിട്ട് അവനെ വിളിക്കുക, എൻ്റെ മകനെ. In verse 31 it says, goes out towards his son and says, my son. കവിഞ്ഞൊഴുകുന്ന പിതൃസ്നേഹമാ. They were saying the overflowing love of the father. ഈ മോന് മുടിയൻപുത്രൻ ആദ്യം ചെന്ന് വീതം ചോദിക്കുമ്പോഴും അപ്പാന്ന് തന്നെയാണ് വിളിക്കുന്നത്. When prodigal son initially went to ask for his property to the father, he also says, my father. ഈ അവിടെ അവൻ അപ്പാന്ന് വിളിക്കും. പറ്റർ എന്നുള്ള ഗ്രീക്ക് പദം ഉപയോഗിച്ച് അവിടെ അവൻ അപ്പാന്ന് വിളിക്കുമ്പം അവന്റെ മനസ്സിൽ അത്ര സുഖമുള്ള സംഭവമല്ല. When he was going to ask for properties and when he said the pater, the father, he was not that happy or was not having a great feeling about it. അപ്പാ എനിക്ക് കിട്ടാനുള്ളത്. Hey father, give me whatever I deserve. That is how he meant. രണ്ടാമത് വന്ന് അപ്പാന്ന് വിളിക്കുമ്പം അവൻ ഒന്നുമല്ലാത്ത ഹംബിൾഡ് ആയിട്ടാ വിളിക്കുന്നത്. When he called out my father the second time when he came back, it was filled with love and in humbleness. ഈ അപ്പനുണ്ടല്ലോ ഒരു വ്യത്യാസം. But there was no distinction from the father's side. അപ്പന് മുഴുവൻ സ്നേഹമേ ഉള്ളൂ. Father only had the love. ഇവനെല്ലാം നഷ്ടപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും അവൻ എല്ലാം എടുത്ത് കൊടുത്തു. Even though he destroyed everything, even though he will destroy everything, knowing that the father gave it to his son. എനിക്കറിയായിരുന്നു, പക്ഷെ വന്നപ്പോഴുണ്ടല്ലോ എൻ്റെ മകനാ. He knew when his son went away, he will destroy everything, but when he came back, he calls him as my son. എല്ലാവർക്കും നമുക്ക് സ്തോത്രം പറയാവോ? Can we also praise the Father? Praise the Lord. നമ്മുടെ അപ്പന്റെ മനോഭാവത്തിന് ഒരു വ്യത്യാസവും ഇല്ല. There is no change in the mindset of our father. അബ്ബാ പിതാവേ. Abba Father. അബ്ബാ ഹോ പറ്റർ. Abba ho pater. പണ്ട് നാട്ടില് എന്നെ ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരിക്കല് കൗൺസിലിംഗ് പഠിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത്. Back in Kerala, there was a Catholic priest who was counseling me. അല്ല, ഞങ്ങൾ കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് വന്നു. It was when I was studying for counseling a class, and there was a Catholic priest who was teaching us. കൊക്കേഷനായിരുന്നു, ആളൊരു കൊക്കേഷനായിരുന്നു. അപ്പോൾ അയാൾ വന്നിട്ട് പുള്ളിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പൻ വളരെ ദുഷ്ടനായിട്ടൊരു മനുഷ്യൻ. When he was teaching, he shared his testimony saying his father was a very bad man. അമ്മയെ എടുത്തിട്ട് അടിക്കും, പിള്ളേരെ എടുത്തിട്ട് അടിക്കും. He would abuse his wife and his son. അങ്ങനെ അവസാനം പുരോഹിതനായി തീർന്നു. And that is how the priest, he came to decide that he will be a priest. പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ എല്ലാം പിതാവേ പിതാവേ എന്ന് എഴുതിയിരിക്കുന്നു. And when he started to pray and to read the scriptures, he saw everywhere it is written, my father, my father. ഈ പിതാവേ എന്ന് വായിക്കുമ്പോൾ പുള്ളിയുടെ അപ്പനെ പുള്ളിയുടെ മനസ്സിൽ വരും. When he reads about father, the word father, he thinks about his father. അങ്ങനെ പുള്ളിക്ക് പ്രാർത്ഥിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായി. And he did not like to pray saying father. അപ്പോൾ പുള്ളിയുടെ മെന്റർ പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യും, മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അമ്മയെന്ന് ദൈവത്തെ അമ്മയെന്ന് അങ്ങ് സംബോധന ചെയ്യും. So his mentor told him, instead of father, start praying, oh mother. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്.
There are some things that happens like this. എന്നാ അതിന് മറുപടിയായിട്ട് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. But let me tell you another example. എൻ്റെ ഒരു സൂപ്പർവൈസർ, One of my supervisor, അദ്ദേഹം ജനിക്കുമ്പോൾ അപ്പനും അമ്മയും വിവാഹിതരായിട്ടില്ല. when he was born, his parents were not married. അപ്പനെ കണ്ടിട്ടില്ല. He did not see his father. അമ്മയെ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. He saw his mother a couple of times. വല്യമ്മയാണ് അങ്ങനെ വളർത്തിയത്. His mother's grandmother, മദർ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ്, the mother and great grandmother looked after him. അപ്പം ഈ വലിയ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ പറഞ്ഞു, എന്തു ആയാലും ഇവന്റെ അപ്പനാവണം, അവന്റെ അപ്പന്റെ പേരോട് ഇവന്റെ പേരിനോട് കൂടി ഇരിക്കട്ടെ. The mothers thought that he is going to be like his father. Let the name of his father be put to him as well. സ്നേഹത്തോടെ ആ മനുഷ്യനോടുള്ള ബഹുമാനത്തോടെയാ അയാൾ ഇടപെട്ടിട്ടില്ല. അയാളുടെ ജീവിതത്തിൽ ഒരു പങ്കും ഇല്ലെങ്കിലും അയാളുടെ പേര് ഇങ്ങനെ കൂടെ ഉണ്ടായി. Even though he did not see or respect even though he did not see his father, but the name of his father was given to him. 70 വയസ്സ് കഴിഞ്ഞപ്പം പുള്ളി ഗവൺമെന്റിൽ പോയിട്ട് ആ അപ്പന്റെ പേരെടുത്തു. When at the age of 70, he went to the government office and asked that his name be removed. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയത്തില്ല, എന്തിനായി മനുഷ്യന്റെ പേര്. He requested the name of his father to be removed because he did not see or hear about his father. ചില മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് പുള്ളിയോട് സംസാരിച്ചു. A few months before, the Holy Spirit spoke to him. പുള്ളിക്ക് ദൂത് ലഭിക്കാറുണ്ട്. ഒരു പെന്തക്കോസ്ത് അനുഭവമുള്ള ഒരു വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ദൂത് ലഭിക്കാറുണ്ട്. He is from a Pentecostal background, and he does speak to Holy Spirit, and Holy Spirit speaks to him. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, മകനെ, എന്നെ എല്ലാവരും ദൈവമായിട്ട് തന്നെ കരുതുന്നു. Holy Spirit speaks to him that, son, everybody considers me as father. എന്നാൽ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ അപ്പൻ. But there is something that many people forget. It is like, I am your father. ഞാൻ നിന്റെ അപ്പൻ. I am your father. ഇപ്പോ അദ്ദേഹത്തിന് ഒരു mid-70s അടുത്ത് വരുന്നു. അദ്ദേഹം കാണുന്നവരോടെല്ലാം ഈ ദൂതാ പറയുന്നത്. Now he is at the age of 70, and whoever he sees, he tells about this message. നിന്റെ ദൈവം നിന്റെ അപ്പൻ. Your God is your father. അതുകൊണ്ട് ഉറച്ച നിലവിളിയോടെ കർത്താവിനെ വിളിച്ച. So cry out to the God, saying, our Father. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അങ്ങോട്ട് വരുമ്പോൾ, when Jesus Christ is coming out of his resurrection, സഹോദരിമാരെല്ലാം വന്ന് ചേർത്ത് പിടിക്കുമ്പോൾ, when all the ladies and all the women are coming towards him, അവരോട് കർത്താവ് പറയുന്ന ഒരു വാക്ക്, there is a talk that Jesus is saying, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട്, you go and tell my brothers. അതെ, ശിഷ്യന്മാരോടെന്നല്ല പറയുന്നത്, സഹോദരന്മാരോട്. Lord did not say as my disciples, he said go and tell my brothers. ഞാൻ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കിലേക്ക് കയറി പോകുന്നു എന്ന് പറയും. Go and tell them that I am going to my Father and your Father, my God and your God. Grammatically correct അല്ല കേട്ടോ. It is not a sentence which is grammatically correct. നിങ്ങൾ പോയി അവരോട് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവോ? ഞാൻ എഴുതുവാണെങ്കിൽ, if I write it, it will be this way. നിങ്ങൾ പോയിട്ട് അവരോട് പറയണം, ഞാൻ എൻ്റെ പിതാവും അവരുടെ പിതാവും എൻ്റെ ദൈവവും അവരുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി പോകുന്നു എന്ന് പറയണം. Go and tell those brothers that I am going to my Father and their Father, my God and their God. പരിശുദ്ധാത്മാവ് പറയുന്നത് എങ്ങനെയാ പറയുന്നതെന്ന് അറിയാവോ? And how is the Holy Spirit talking here? നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട്. Go and tell my brothers. അതിന്റെ അർത്ഥം എൻ്റെ സഹോദരന്മാരും എൻ്റെ അപ്പന്റെ മക്കൾ തന്നെയാണ്. That means my brothers are also the sons of my God. ആ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, നിങ്ങളുടെ പിതാവ് സഹോദരിമാരുടെ പിതാവ്, my Father and your Father, the brothers of your Father. കണ്ടോ, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഹല്ലേലൂയ. കർത്താവിൽ പിതാവിൽ നിന്ന് മറുപടി ലഭിച്ച കർത്താവ്, ഹല്ലേലൂയ, ഇപ്പൊ പറയുകയാണ്, എൻ്റെ ദൈവം നിന്റെ ദൈവം, എൻ്റെ അപ്പൻ നിന്റെ അപ്പൻ. The resurrected Jesus who got the answer from his Father, he says, my Father, your Father, my God is your God. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. Let me conclude to my words. അബ്ബാ ഹോ പാറ്റർ. Abba ho pater. ആർക്കും നിന്റെ നിലവിളിയുടെ മുമ്പിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ. There is a moment when nobody can help when you cry out. ആ സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അബ്ബാ പിതാവേ. That is a time when Jesus cries out, Abba Father. കർത്താവ് അവസാനം എങ്ങനെയാ, എന്തോ അവസാനത്തെ വാക്ക്, ഹല്ലേലൂയ. What is the last word that Jesus said? കുരിശിൽ കിടക്കുമ്പോൾ അവസാനത്തെ വാക്ക്, പിതാവേ എൻ്റെ പ്രാണനെ ഞാൻ നിങ്കൽ.
What did he cry out on the cross? God, I am giving my life unto your hands. അപ്പാന്നാ വിളിക്കുന്നത്, അപ്പാന്ന്, പിതാവേന്ന്. He ഹല്ലേലൂയ. says, my Father. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒത്തിരി പേര് മരിക്കും, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയും അങ്ങനെയുള്ള ഒത്തിരി പേര് മരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, അയൽവക്കാർ മരിക്കുന്നുണ്ട്. In my childhood, I have seen many people in my relations die. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു അപ്പച്ചൻ കത്തോലിക്കനാ, അദ്ദേഹം മരിക്കുന്ന ഞാൻ ഓർക്കുന്നു. When I was in school, there was an incident when I remember that when I was in school, one of my grandfather was died. എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ അവിടെ ഞാനൊരു പേയിങ് ഗസ്റ്റ് ആയിട്ട് നിന്ന് വീട്ടിലെ വല്യപ്പന്. Not my grandfather, one of the older person. അപ്പോൾ അദ്ദേഹം മരിക്കുമ്പോൾ വീട്ടുകാരെല്ലാം വന്നിരുന്നിട്ട് ഈശോ മറിയ ഔസേപ്പ് ഈ ആത്മാവിന് കൂട്ടായിരിക്കണം. When people gathered at his house, they were saying about Joseph, Mary, let you be with him. എന്നിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് അതിനെ പറയിപ്പിക്കുക, ഈശോ മറിയ ഔസേപ്പ് എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണം. And the people are also trying him to say, Joseph and Mary, be with me. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ആൻറ്റി മരിക്കാൻ കിടക്കുന്ന ഞാൻ ഓർക്കുന്നു. There was another incident where one of my auntie was dying. പുള്ളിക്കാരത്തി കിടന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട്, അമ്മേ അമ്മേ എന്ന് പറഞ്ഞ ഇങ്ങനെ വിളിക്കുന്നു. When she was breathing hard, she was crying out, my mother, my mother. അപ്പം അവിടെ കൂടെ നിന്നവരെല്ലാം പറയാണ്, അങ്ങനല്ല മോളെ, എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് വിളിക്കും. When people besides her heard it, they said to her, do not call mother, mother, but say, my Father, my God. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുകയല്ല, പക്ഷെ അങ്ങനെ മരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. I am not telling you to make you upset, but it is a blessing when you cry out, my Father, my God. ഈ ബീപ് 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 എന്ന് കേട്ട് മരിക്കുന്നതിനേക്കാൾ എത്രയോ അനുഗ്രഹമാണെന്നറിയോ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് മരിക്കും. മിഷിന്റെ ശബ്ദം കേട്ടാ നമ്മളൊക്കെ ഇപ്പോൾ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്നുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുക. Let us live in a relationship where we cry out, Abba, Father. അബ്ബാ പിതാവേ എന്നുള്ള റിലേഷൻഷിപ്പിൽ മരിക്കുക. Let us die out in a relation where we cry out, Abba, Father. വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. These words, let it be a blessing for each one of us.